നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമൻ പൗരനെ കൊലപ്പെടുത്തിയ പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വർഷങ്ങളായി ഇപ്പോൾ സനായിലെ ജയിലിൽ കഴിയുകയാണ്. തന്റെ മോചനത്തിനായി ഇടപെടണമെന്ന് അപേക്ഷിച്ച് ഇവർ ജയിലിൽ നിന്ന് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി അയച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ഇനിയൊരു കത്തെഴുതാൻ താൻ ഈ ഭൂമിയിൽ കാണുമോ എന്ന ആശങ്കയിലാകാം നിമിഷപ്രിയയുടെ ഈ കത്ത്. എന്നാൽ യമൻ പൗരന്റെ കൊലയ്ക്ക് നിമിഷയെ നയിച്ച സാഹചര്യങ്ങൾ പലർക്കും ഇന്നും അറിയില്ല. അതിനു പിന്നിലെ കാരണത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിമിഷ നഴ്സായി യമനിൽ ജോലി തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങളെ പറ്റി കൂടി അറിയേണ്ടതുണ്ട്. സനായിൽ ഒരു ക്ലിനിക്കിൽ നഴ്സായിട്ടാണ് നിമിഷ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഭർത്താവ് യമനിൽ വെൽഡറായി ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ഇരുവരുടെയും കുറഞ്ഞ സാലറിയും 1.5 വയസ്സുള്ള മകളുടെ ഭാവിയും ഒക്കെ നോക്കി 2014 ഏപ്രിൽ നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി നാട്ടിലേക്ക് തിരികെ പോന്നു. 2014 നിമിഷ തലാൽ അബ്ദു മഹദിയുമായി പരിചയപ്പെടുന്നതും നിമിഷയും ഭർത്താവും യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആലോചനയിടുന്നതും. പക്ഷേ യമനിൽ ക്ലിനിക്കിന് ലൈസൻസ് ലഭിക്കാൻ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമായതോടെ പരിചയക്കാരനും യമൻ പൗരനുമായ തലാലിനെ നിമിഷ നിർദ്ദേശിക്കുന്നു. പക്ഷേ നിമിഷ ലൈസൻസിനായി തലാലിന്റെ സഹായം തേടിയിട്ടില്ലെന്നാണ് ഭർത്താവ് ടോമി പറയുന്നത്. അങ്ങനെ നിമിഷ 2015 ക്ലിനിക്ക് ആരംഭിക്കുന്നു. എന്നാൽ യമനിൽ ആഭ്യന്തര യുദ്ധ പ്രഖ്യാപനം ഉണ്ടായ സാഹചര്യത്തിൽ പുതിയ വിസയ്ക്ക് അനുമതി ഇല്ലാതായതോടെ നിമിഷയുടെ ഭർത്താവിനും കുട്ടിക്കും തിരിച്ച് നാട്ടിൽ നിന്നും എത്താൻ സാധിച്ചില്ല. ഇതോടെയാണ് തലാലിന്റെ ഉപദ്രവം ആരംഭിക്കുന്നത്. ശാരീരിക ആക്രമണവും സുഹൃത്തുക്കൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നിമിഷ പറയുന്നുണ്ട്. 2017 ജൂലൈയിലാണ് തലാൽ അബ്ദു മഹദിയെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. എന്നാൽ കൊല്ലാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട് വീണ്ടെടുക്കുക മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നും നിമിഷ പറഞ്ഞിരുന്നു. തന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ജയിൽ വാർഡൻ തലാലിൽ നിന്നും രക്ഷപ്പെടാൻ പാസ്പോർട്ട് സ്വന്തമാക്കണമെന്നും അതിനായി അവനെ മയക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞു. അവസരം ലഭിച്ചപ്പോൾ നിമിഷ തലാലിന്റെ മേൽ കെറ്റാമൈൻ എന്ന മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അയാൾ മയങ്ങി വീണെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഭയപ്പെട്ട നിമിഷ അവളുടെ സുഹൃത്തായ ഹനാനെ വിളിക്കുകയും തലാലിന്റെ മൃതദേഹം മാറ്റാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് മൃതദേഹം വെട്ടിമാറ്റി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ നാട് ഹൂതി വിമതരായ ഇസ്ലാമിക ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ അവരെ പ്രകോപിപ്പിക്കുന്നത് കൊലപാതക ശേഷം മൃതദേഹം വികൃതമാക്കിയെന്ന കുറ്റമാണ്. ദിയാദനം നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സ്വീകരിക്കുന്ന കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിലെ 2 അംഗങ്ങളാണ് എതിര് നിൽക്കുന്നത്. ഈ 2 പേരൊഴികെ മറ്റുള്ളവരുടെ സമ്മതമെല്ലാം ലഭിച്ചിരുന്നതാണ്. അതിനാൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ ആക്ഷൻ കൗൺസിലിനും വ്യക്തതയില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവാസി വ്യവസായിയായ MA യൂസഫ് അലി അടക്കം ഇടപെടൽ നടത്തിയിരുന്നു. ഇന്ത്യൻ എംബസി ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇനി നടത്തുന്നത് എന്നറിയാത്ത അവസ്ഥയിലാണ് നിമിഷപ്രിയയും ആക്ഷൻ കൗൺസിലും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.